ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് അച്ഛൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ 2 കവറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കവറ് മേടിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ആദ്യം തന്നെ അച്ഛന് കുളിക്കാനുള്ള ചൂടുവെള്ളം കുറച്ച് വെള്ളം മതി, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നതെന്ന് നോക്കിയാലോ. അപ്പം 2 കവറുണ്ട്. ഫസ്റ്റത്തെ കവറിൽ പച്ചപ്പയറൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതിൽ അടിയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ കവറ് അവിടെ ചെരിഞ്ഞിട്ട് ഓരോന്നും എടുത്ത് വെച്ചാൽ പിന്നെ നാളെയൊക്കെ എങ്കിലും എടുക്കാൻ സുഖമല്ലോ. അപ്പോൾ നാളെ എന്തായാലും പച്ചപ്പയറായിട്ടുള്ള ഉപ്പേരിയാവും ചോറിനുണ്ടാവുക. പിന്നെ ഇത് നമ്മുടെ കണി വെള്ളരിയാണല്ലോ, അപ്പോൾ വെള്ളരിക്ക തൈര് ഒഴിച്ചിട്ടുള്ള കൂട്ടാനും ആവും എന്നാണ് വിചാരിക്കണം. എന്താ മേന്മയുടെ കേടാണ് കൊണ്ടുവന്നിട്ടുള്ളത് തൈര്. പിന്നെ അടുത്ത കവറിൽ നോക്കുമ്പോൾ ആദ്യം തന്നെ കിട്ടിയത് ശർക്കരയായിരുന്നു. ഇന്നലെ ചവിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ശർക്കരയും കൊണ്ടുവരണം, നമുക്ക് നാവിൽ കുഴയ്ക്കാമല്ലോ എന്ന്. പിന്നെ ഇത് ചെറിയുള്ളി, ഇവിടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ ചെറുള്ളി. അപ്പം അച്ഛൻ ചെറിയൊരു പേറ്റ് ചെറിയുള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റേ കവറിൽ നല്ല കണ്ണിമാങ്ങ കേട്ടോ, നല്ല ഫ്രഷ് അവർ ചെയ്യുമ്പോൾ നിരത്ത് വിടാത്ത നല്ല ഫ്രഷ് കണ്ണിമാങ്ങയാണ്. അത് കുറച്ച് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അച്ചാറും കറിയിലും ഒക്കെ ഇടാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ കൊടുന്ന അവിലിടാം. അപ്പോൾ ശർക്കരയും അവിലും തേങ്ങയൊക്കെ കുഴച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി അവിൽ കുഴച്ചത് ഉണ്ടാക്കാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിലും ശർക്കരയും വെള്ളരിക്കും പയറും ഒക്കെ ഇന്ന് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഉള്ളി ആദ്യം തന്നെ ഞാൻ നല്ല പാത്രമൊക്കെ കഴുകിയിട്ട് അതിൽ ഇട്ട് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശർക്കര അതേപോലെ പാത്രത്തിലാക്കി നിറച്ച് വെക്കണം, അല്ലെങ്കിൽ പുറത്തൊക്കെ വെച്ച് ആകെ ഉറുമ്പൊക്കെ വന്ന് ആകതാവും. അപ്പോൾ നല്ല പാത്രം കഴുകി വൃത്തിയാക്കി അതിലിട്ടിട്ട് എടുത്ത് വയ്ക്കാം. നമുക്കിനി അവിലൊക്കെ കുഴയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.